ഇതിൻ്റെ വസ്തുത എന്ത് എന്നറിയില്ല. എന്തായാലും ലഹരി ഉപയോഗിക്കില്ല മകൻ, അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യില്ല മകൻ എന്ന് കുടുംബം ഉറപ്പിച്ചു പറയുകയാണ്. കോളേജ് അധികൃതരിൽ നിന്ന് ഈ വിഷയത്തിലൊരു കൃത്യമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാകുന്നത്? അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ ഒരു കേസ്, അതായത് ആത്മഹത്യ നടന്നതിന് ശേഷം അടക്കം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ രീതികളെല്ലാം തന്നെ അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ് ബാക്കി നിർത്തുന്നത്. കാരണം ഈ ഒരു മരണത്തിന് ശേഷം അടക്കം ഒരു കുടുംബത്തെ അറിയിച്ചതും ഗുരുതരമായി പരിക്കേറ്റു, അതായത് അസുഖബാധിതനാണ് എന്നറിയിച്ചതാണ്. പിന്നീട് ഈ ഒരു മരണത്തിന് ശേഷവും കോളേജിൽ ക്ലാസ് തുടർന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നടക്കം ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സന്ദീപ് പാണ്ഡ്യെ എന്നൊരു അധ്യാപകനാണ് ഈ മരണത്തിന് പ്രധാന കാരണക്കാരൻ. ഇതിനു മുൻപും വിദ്യാർത്ഥികൾ ഇയാളുടെ ഭാഗത്തു നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പലരും, അതായത് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി മുൻപ് ഈ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളും ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതായത് പ്രതികരണങ്ങളിലൂടെ വ്യക്തമാവുന്നത്. പക്ഷേ കോളേജ് ഈ അധ്യാപകനെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേര് ഞാൻ പറയണമെന്നാണ് ഈ ഒരു അധ്യാപകൻ ആവശ്യപ്പെടുന്നത്. അതും അധ്യാപകൻ പറയുന്നവരുടെ പേര് തന്നെ അറിയിക്കണം, അത് ആ രീതിയിൽ പരാതിയായി ഉന്നയിക്കണം എന്നാണ് ഈ ഒരു അധ്യാപകൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അത് വലിയ രീതിയിൽ ആദിത്യനെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു എന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ മരണം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം വീട്ടിൽ വിളിക്കുകയും വളരെ സന്തോഷവാനായി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എന്താണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തതയുമില്ല. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവവും കുടുംബം വലിയ വേദനയോടുകൂടി തന്നെയാണ് നമ്മോട് പങ്കുവച്ചത്.